ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കടായിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാനുള്ള വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കണം. അതിനായിട്ട് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എരിവിന് ആവശ്യമായ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അതാ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ രണ്ട് ഭാഗം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്നൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഞാൻ ഇവിടെ മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പെട്ടെന്ന് ചെയ്യാം. ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി നമ്മൾ ആ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ തന്നെ ഈ കടായിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഈ ഉള്ളി നല്ല പോലെ വാടി കിട്ടണം. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് കൊടുക്കുക. കൂടെ തന്നെ തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഈ തക്കാളിയും ഇതുപോലെ തന്നെ നല്ല പോലെ ഒന്ന് വാടി കിട്ടണം. അപ്പോൾ ഇതാ നമ്മൾ തക്കാളി നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാല, കറിവേപ്പും മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസ്, 2 സ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ചെടുക്കുക. ഒരു കളറിന് വേണ്ടി കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ ആദ്യം പൊരിച്ച് വെച്ച ചിക്കനും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി 2 മിനിറ്റ് തന്നെ അടച്ച് വെക്കുക. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതാ നമ്മൾ കടായി ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.